നയതന്ത്ര സംഘത്തിലെ ശശി തരൂരിന്റെ പ്രാതിനിധ്യ വിവാദത്തിൽ മറുപടി പറയേണ്ടത് കോൺഗ്രസ് ദേശീയ നേതൃത്വമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. എഐസിസിയുടെ നിലപാടാണ് തങ്ങളുടേതും തരൂരിന്റെ നിലപാടും വിവാദവും ഇവിടെ ബാധിക്കാതെ നോക്കിക്കൊള്ളാമെന്നും വി ഡി സതീശന്റെ മറുപടി. അത് കോൺഗ്രസ് പാർട്ടി ആണ് അതിന്റെ അഭിപ്രായം പറയേണ്ടത്. ദേശീയ തലത്തിൽ ശ്രീ ശശി തരൂർ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഞങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ താഴെ നിൽക്കുന്ന ആളല്ല. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം എന്ന് വെച്ചാൽ വലിയ പദവിയാണ്. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് കമൻറ്റ് പറയാനുള്ള ആളുകളല്ല ഞങ്ങളായി. അത് കേന്ദ്ര നേതൃത്വം അതിനകത്ത് അഭിപ്രായം പറയും. ആ അഭിപ്രായം എന്തായാലും അത് തന്നെയായിരിക്കും ഞങ്ങളുടെ അഭിപ്രായം. ശശി തരൂരിന്റെ നിലപാട് പ്രതിഫലിക്കുക കേരള രാഷ്ട്രീയത്തിലായിരിക്കുമല്ലോ. ഞാൻ അതിനെക്കുറിച്ച് കമൻറ്റ് പറയാൻ യോഗ്യനായിട്ടുള്ള ആളല്ല. അതല്ല, അങ്ങനെ പറയാൻ പാടില്ല. കോൺഗ്രസ് പാർട്ടിയല്ലേ, അത് അവർക്കല്ലേ അറിയുള്ളൂ. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനല്ലേ അറിയുള്ളൂ, ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ശശി തരൂർ എം പി ആണല്ലോ. കേരള രാഷ്ട്രീയത്തിലെ നിലപാടൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. എങ്ങനെ പ്രതിഫലിച്ചാലും അതൊക്കെ ഞങ്ങൾ നേരിട്ടോളാം. ഞാൻ പറഞ്ഞ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായില്ല. അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഒരു വിവാദമാണ്. കോൺഗ്രസ് പാർട്ടിയും കൂടി അതിൻ്റെ അകത്ത് ഉണ്ട്. അപ്പോൾ കോൺഗ്രസ് പാർട്ടി ദേശീയ പാർട്ടിയല്ലേ ഞങ്ങളുടെ പാർട്ടി. അവരൊരു ഔദ്യോഗികമായ ഒരു അഭിപ്രായം പറയട്ടെ. അവരല്ലേ അഭിപ്രായം പറയട്ടെ. ഞങ്ങൾ കയറി അഭിപ്രായം പറയാമോ? എന്തൊരു അനൗചിത്യായിരിക്കും ഞാൻ കയറി അഭിപ്രായം പറഞ്ഞ. സിജോ വി ജോൺ ചേർന്നു. സിജോ, അതൃപ്തിയോടെയായിരുന്നോ പ്രതികരിക്കാനില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം? ഈ വിഷയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. പക്ഷേ അതൊരു തുറന്ന പ്രതികരണത്തിലേക്ക് പ്രതിപക്ഷ നേതാവോ അല്ല KPCC പ്രസിഡന്റ് ഉൾപ്പെടെ പോകാൻ തയ്യാറാകുന്നില്ല. ഈ വിഷയം ഇതുപോലെ അവഗണിക്കുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ് സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. അതിന് പ്രതിപക്ഷ നേതാവ് ഉപയോഗിച്ചിരിക്കുന്ന മാർഗം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മറുപടി പറയേണ്ടത്, ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടത് കേന്ദ്ര നേതൃത്വമാണ്. തങ്ങൾ സംസ്ഥാന തലത്തിലുള്ള നേതാക്കളാണ്. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ കൃത്യമായ വിശദീകരണം കേന്ദ്ര നേതൃത്വം നൽകും. തങ്ങൾക്കൊന്നും പറയാനില്ല എന്നുള്ള ഒരു മറുപടി അദ്ദേഹം പറയുകയാണ് ചെയ്തത്. അതൊരു കണക്കിൽ സാങ്കേതികപരമായി ശരിയാണെങ്കിൽ പോലും പക്ഷേ അത് ഈ നിലപാട് പറയുന്നതിൽ നിന്ന് ഒളിച്ചോട്ടമായി തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. എന്തായാലും ഇതാദ്യമായിട്ടല്ല തരൂർ ഇത്തരത്തിലുള്ള പല വിവാദങ്ങളിലേക്ക് പോകുന്നത്. തവണകളൊക്കെ ഉണ്ടായപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് പല എതിർപ്പുകളും പരസ്യപ്രതികരണങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത് പൂർണ്ണമായി അവഗണിക്കാം എന്ന നിലപാടിൽ തന്നെയാണ് സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു കൃത്യമായ ഒരു മറുപടി വി ഡി സതീശൻ നൽകാത്തതും അത് കേന്ദ്ര നേതൃത്വത്തിന്റെ ചുമതലയിലേക്ക് മാറ്റുകയും ചെയ്തത്. ശരി സിജോ.